അതൊരു തിരഞ്ഞെടുപ്പ് കാലമായിരുന്നു. സമീപകാല ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വിധം ഇടതുപക്ഷം ഭരണ തുടർച്ചയിലേക്ക് പോകുന്നു. 99 സീറ്റിന്റെ മൃഗീയ ഭൂരിപക്ഷം നേടി പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുന്നു. 2021 തെരഞ്ഞെടുപ്പ് കാലം. മറ്റു സംസ്ഥാനങ്ങളിൽ എന്ന പോലെ കേരളത്തിലും കോൺഗ്രസ് പാർട്ടി അപ്രസക്തമാകുന്നുവെന്ന് മാധ്യമങ്ങൾ അച്ചുനിരത്തിയ ത്രിവർണ്ണ പതാകയുടെ കെട്ടകാലം. അവിടേക്കാണ് പറവൂരിൽ നിന്ന് വിജയിച്ചു കയറിയ ഒരു മനുഷ്യൻ പ്രതിപക്ഷ നേതാവെന്ന ചുമതല ഏറ്റെടുക്കുന്നത്. പിന്നീട് അങ്ങോട്ട് കേരളം കണ്ടത് അജയനാണ് വിജയൻ എന്ന വാഗ്ദാരികൾക്ക് തെല്ലും വില കൊടുക്കാതെ VD സതീശൻ എന്ന മനുഷ്യന്റെ പോരാട്ടമായിരുന്നു. കൂടെ നിർത്തേണ്ടവരെ കൂടെ നിർത്തിയും പറയേണ്ടത് അണുവിട തെറ്റാതെ പറഞ്ഞും ഭരണപക്ഷത്തിന്റെ പോരായ്മകൾക്കെതിരെ നിരന്തരം ശബ്ദമുയർത്തിയും വിജയപരാജയങ്ങളിൽ നേതാക്കൾക്കും അണികൾക്കും ഒരുപോലെ ശക്തി പകർന്നും അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയെ ജനങ്ങളോട് ചേർത്ത് നിർത്തി. പിന്നീട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും എല്ലാം കോൺഗ്രസ് മിന്നും വിജയം നേടി. ഇപ്പോഴാ മറ്റൊരു തെരഞ്ഞെടുപ്പ് കാലം. പടനയിച്ച മനുഷ്യന്റെ മുന്നണിക്ക് ജനങ്ങൾ സമ്മാനിച്ചത് 100-ലധികം സീറ്റുകളാണ്. മന്ത്രിമാരാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽവി ഏറ്റുവാങ്ങിയിരിക്കുന്നത്. അതിന്റെ അട്ടിപ്പേർ അവകാശം ഏറ്റെടുക്കാൻ ഡൽഹിയിൽ നിന്ന് വരുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, ഇത് അദ്ദേഹത്തിന്റെ വിജയമാണ്. VD സതീശൻ എന്ന മനുഷ്യന്റെ പോരാട്ട വീര്യമാണ്.